ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. 2 ശമൂവേൽ 16-ാം അധ്യായം. അബ്ശാലോമിനെ ഭയന്ന് ദാവീദും കൂട്ടരും കൊട്ടാരം വിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അബ്ശലോം യെരൂശലേമിനെ ലക്ഷ്യമാക്കി ഇങ്ങോട്ട് യാത്ര വരികയുമാണ്. ദാവീദ് ഇങ്ങനെ ഓടിപ്പോകുമ്പോഴാണ് സീബ എന്ന് പറയുന്നൊരു മനുഷ്യനെ കാണുന്നു. ഈ സീബ ആരായിരുന്നു നമുക്കിത് മുമ്പ് അറിയാം. സൗൽ രാജാവിൻ്റെ ഒരു കാര്യസ്ഥനായിരുന്നു ആദ്യം. അതിനുശേഷം അവൻ ദാവീദിനെ ഏറെ സ്നേഹിച്ചു. ഇപ്പോൾ ദാവീദിൻ്റെ ഉപദേഷ്ടാവും ഇപ്പോൾ അബ്ശലോമിൻ്റെ ഉപദേഷ്ടാവുമായിരിക്കുന്ന മെഫീബോശേത്തിൻ്റെ ഒരു ദാസനാണ്. അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം അപ്പവും വീഞ്ഞും മുന്തിരിയൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് ദാവീദ് അദ്ദേഹത്തെ കാണുന്നത്. കണ്ടപ്പോൾ ദാവീദ് അദ്ദേഹത്തോട് ചോദിക്കുന്നു, അബ്ശലോം എവിടെ? അപ്പോൾ പറയുന്നു, അവൻ താമസമിന രാജാവായി വാഴാമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ അവിടെ കഴിയുകയാണ്. അവന് വേണ്ടിയാണ് ഞാൻ ഈ കഴുതകളെയും ഈ ആഹാര സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ദാവീദ് സീബയോട് പറയുന്നു, മെഫീബോശേത്തിനുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകുകയാണ്. ഒരു കാലത്ത് തൻ്റെ ഉപദേഷ്ടാവായും തന്നോട് ചേർന്ന് നിന്നവൻ താൻ അറിയാതെ തൻ്റെ മകനോട് ചേർന്ന് നിന്നുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് അവന് ഞാൻ നൽകാതിരുന്നതൊക്കെ ഞാൻ നിനക്ക് നൽകുമെന്ന് സീബയോട് ഇവിടെ വാഗ്ദത്തം ചെയ്യുന്നു. 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് അങ്ങനെ ഓടി ബഹറൂം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ പണ്ട് സൗൽ രാജാവിൻ്റെ ഒരു ബന്ധുവായിരുന്ന ഷെമി എന്ന് പറയുന്ന ഒരാൾ ദാവീദിനെ കാണുകയും അവനെ ശപിക്കുകയും കല്ലെടുത്തെറിയുകയും അസഭ്യവാക്കുകൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നു, നീയാണ് സൗലിനെ കൊന്നത്, അവൻ്റെ കുടുംബത്തെയൊക്കെ നീ കൊന്നുകളഞ്ഞു, അതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കും. അതുകൊണ്ട് നിൻ്റെ മകൻ ഇന്ന് നിനക്ക് ശത്രുവായി അവൻ മുഖാന്തരം നീ ഓടിപ്പോകേണ്ട സാഹചര്യം നിൻ്റെ ജീവിതത്തിലുണ്ടാവുകയാണ് എന്ന് പറഞ്ഞ് അവൻ ദാവീദിനെ ശപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ദാവീദിന് ഈ കല്ലെറൊന്നും കൊള്ളാതെ കൊണ്ട് അവൻ്റെ ഭൃത്യന്മാർ ഇടതും വലുതുമായി നിന്ന് ദാവീദിനെ സംരക്ഷിച്ചു. അപ്പോൾ ഭൃത്യന്മാരിൽ ഒരുവൻ ദാവീദിനോട് പറയുന്നുണ്ട്, ഞാൻ വാളൂരി ഇവനെ കൊന്നുകളയട്ടെ. ദാവീദ് പറഞ്ഞ്, ചെയ്യരുത്, കാരണം ദൈവം പറഞ്ഞിട്ടാകും അവൻ എന്നോട് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അവൻ എന്നോട് പറയുന്നത് ദൈവഹിതമാകും. ദാവീദിൻ്റെ ജീവിതത്തിൽ അവന് പറ്റിയതായ വീഴ്ചകളൊക്കെ ദാവീദിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ദൈവം ഈ ഷിമയിലൂടെ ദൈവം തന്നെ ശിക്ഷിക്കുകയാണ് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ദാവീദ് വരുന്നത്. പ്രിയമുള്ളവരെയും നമ്മളെയും മറ്റുള്ളവർ അസഭ്യം പറയുകയും നമ്മെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും കുറ്റാരോപണങ്ങളൊക്കെ നടത്തുകയും അപവാദങ്ങൾ പ്രചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദാവീദ് ചിന്തിച്ച പോലെ ദൈവഹിതമാകാം എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമോ? കാരണം ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന് മാത്രമേ ഇപ്രകാരം ഒരു ചിന്തയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായ ഓരോ അനുഭവങ്ങളും എല്ലാം ദൈവഹിതമാണെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ സങ്കീർത്തനങ്ങൾ എഴുതി പാടുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും ബലഹീനതകളൊക്കെ സംഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. എങ്കിൽ പോലും എല്ലാം ദൈവഹിതമെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്ന ഒരു ശ്രേഷ്ഠനായ മനുഷ്യനായി ദാവീദിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ദാവീദിനെ ഈ കാര്യത്തിലാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. നമ്മളും അധികം തെറ്റുകളൊന്നും ചെയ്യാതെയാണെങ്കിൽ പോലും ഒരുപാട് പഴികളും ദുഷികളൊക്കെ സഹിക്കേണ്ടി വരുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയതായ ക്രൂശിൻ്റെ അനുഭവങ്ങളാണെന്നുള്ള വിശ്വാസത്തോടെ പ്രത്യാശയോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് ദാവീദ് ഇവിടെ പറയുന്നുണ്ട്,
എന്തിനാ നമ്മൾ അവനെ വെറുക്കുന്നത്? എൻ്റെ മകൻ അബ്ശലോം എന്നെ കൊല്ലാൻ വേണ്ടി എന്നെ ഓടിക്കുകയാണ്. അതിലും വലുതൊന്നും അല്ലല്ലോ സൗലിൻ്റെ ബന്ധുവായിരിക്കുന്ന ഈ മനുഷ്യൻ. എനിക്ക് സ്വന്തം മകനിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഒരു അപരൻ എന്നെക്കുറിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. നമുക്കെപ്പോൾ യഥാർത്ഥ ശത്രുക്കൾ നമ്മളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുക, പുറത്തു നിന്നല്ല. പുറത്തു നിന്നുള്ള ശത്രുയെ നമുക്ക് അവഗണിച്ച് കളയാം. പക്ഷേ സ്വന്തമായവരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഇന്ന് ദാവീദിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ പോലും അത് ദൈവഹിതമാണെന്ന് വിശ്വസിക്കുവാൻ ദാവീദിന് സാധിക്കുന്നു. കാരണം ദാവീദ് ദിവസവും പ്രാർത്ഥിക്കുന്നവനാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തെങ്കിലേക്ക് ഉയർത്തും, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് ആ സഹായം വരുമെന്ന് ദാവീദ് വിശ്വസിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം നമുക്ക് വിശ്വസിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 15-ാം വാക്യം നമ്മൾ വായിക്കുന്നു, അബ്ശലോം വന്ന ദാവീദിൻ്റെ പട്ടണമായ യെരൂശലേമിൽ വന്ന് പ്രവേശിക്കുകയും ദാവീദിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ചോദിക്കും, ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത്? ഉപദേശം ചോദിക്കുന്നത് മെഫീബോശേത്തിനോടാണല്ലോ. അദ്ദേഹമാണ് ഉപദേശം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ അബ്ശലോമും ദാവീദുമെല്ലാം ദൈവദൂതൻ പറയുന്നത് പോലെ വിശ്വസിച്ചിരുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അത്രമാത്രം അവിടെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇവിടെ അബ്ശലോമിനെ പാപത്തിലേക്ക് നയിക്കുകയാണെന്ന് പറഞ്ഞു. നിൻ്റെ അപ്പൻ്റെ വെപ്പാട്ടികളുമായി, അർദ്ധനാരികളുമായി നീ ബന്ധപ്പെട്ടുകൊള്ളുക. അതാണ് നിനക്ക് നിൻ്റെ അപ്പനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രതികാരം. അങ്ങനെ ആ വലിയ തെറ്റ് ചെയ്യുവാൻ ഈ മെഫീബോശേത്ത് ഇവിടെ അബ്ശലോമിനെ പ്രേരിപ്പിക്കുന്നതും അയാൾ അപ്രകാരം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയും അബ്ശലോമിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വീഴ്ചയ്ക്ക് കാരണമായിട്ട് ഭവിക്കുകയും ചെയ്യും. ഈ മെഫീബോശേത്ത് ആരാന്ന് ചോദിച്ചാൽ അദ്ദേഹം ബേർശേബയുടെ മുത്തച്ഛനായിരുന്നു എന്ന ഒരു സൂചന വേദപണ്ഡിതന്മാരുടെ എഴുത്തുകളിൽ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ അന്ന് മുതലൊരു പ്രതികാര ബുദ്ധി ഉണ്ടായിരിക്കണം. കാരണം എൻ്റെ കൊച്ചുമകളെ, അവരുടെ ഭർത്താവിനെ കൊന്ന് സ്വന്തമാക്കിയവനാണ് ദാവീദ്. അവനും അവൻ്റെ മകനും തമ്മിലുള്ളതായ ഒരു ശത്രുതയ്ക്ക് ഏറ്റവും കൂടുതൽ അതൊരു പ്രതികാരമായി അദ്ദേഹം ചെയ്യുന്നതാവാം എന്നും പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ആവാം. എന്തായിരുന്നാലും ദാവീദിൻ്റെ ജീവിതമാണ് നമ്മൾ ഇവിടെ കാണുക. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ ആ മനുഷ്യൻ കടന്നു പോകുന്നു. അപ്പോഴെല്ലാം ഈ ഓടുന്ന വഴിയിലും അദ്ദേഹം ദൈവത്തെ കൊണ്ടല്ല കൈവിടാതെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സാഹചര്യ സമ്മർദ്ദം കൊണ്ടും മാനുഷിക ബലഹീനതകൾ കൊണ്ടും കുറവുകളും പാപങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുമുണ്ട്. പക്ഷെ ദൈവം ആത്യന്തികമായി ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം അദ്ദേഹത്തെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതം നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് എല്ലാ പ്രതിസന്ധികളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഉറ്റ സ്നേഹിതനും ഉപദേഷ്ടാവായിരുന്നവൻ പോലും തനിക്ക് ശത്രുവായി തീർന്നപ്പോഴും ദാവീദെല്ലാം ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത്. നമുക്കും അങ്ങനെ ചെയ്യുവാൻ ഇടയാകട്ടെ. നമ്മുടെ ഈ വേദഭാഗങ്ങളുടെ വായനകളും ഒക്കെ അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.